അസ്സലാമലൈക്കും ഹായ് ഓൾ എല്ലാവർക്കും മൈബൺസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖാണെന്ന് വിചാരിക്കുന്നു. ഞാൻ സോഫി. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്, കുറച്ച് ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഗരം മസാല പൊടി അതുപോലെ സാമ്പാർ പൊടിയൊക്കെ വീട്ടിൽ നിങ്ങളെങ്ങനെയാണ് പൊടിക്കുക, അതൊന്ന് പറഞ്ഞു തരണേന്ന് പറഞ്ഞിട്ട്. അപ്പോൾ രണ്ടും ഉള്ളതുകൊണ്ടാണ് ഇതുവരെ വീഡിയോ എടുക്കാതിരുന്നത്. അപ്പോൾ ഇന്നെന്തായാലും തീർന്നതുകൊണ്ട് രണ്ടും പൊടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഗരം മസാല പൊടിയും അതുപോലെ സാമ്പാർ പൊടിയും വീട്ടിലുണ്ടാക്കുന്നത് കാണിക്കാം. ആദ്യം നമുക്ക് ഗരം മസാല പൊടിച്ചെടുക്കുന്നത് നോക്കാം. അപ്പോൾ ഈ ഗരം മസാല പലരും പല രീതിയിൽ ഉണ്ടാക്കുന്നുണ്ട്. കുറച്ച് സ്പൈസസ് വെച്ചിട്ട് ഈ കറികളിൽ മാത്രം ഇടാൻ പറ്റുന്ന ഗരം മസാല ഒക്കെ ഉണ്ടാക്കാറുണ്ട്. ബിരിയാണിക്ക് പിന്നെ വേറെ തന്നെ മസാലപ്പൊടി പൊടിച്ചെടുക്കുകയോ അല്ലെങ്കിൽ വാങ്ങുകയോ ഒക്കെ ചെയ്യുന്നവരുണ്ട്. അപ്പം ഞാനിപ്പം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാത്തിലും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഗരം മസാല പൊടിയാണ് ഉണ്ടാക്കുന്നത്. അതായത് കറിയിലും നമുക്ക് അത് തന്നെ ഉപയോഗിക്കാം, പിന്നെ അതുപോലെ തന്നെ ബിരിയാണിയിലും അത് തന്നെ ഉപയോഗിക്കാം. ഞാൻ അങ്ങനെയാണ് പൊതുവേ ഉണ്ടാക്കാറ്. വേറെ തന്നെ ബിരിയാണി മസാല എന്ന് പറഞ്ഞിട്ടൊന്ന് വാങ്ങാറോ ഉണ്ടാക്കാറോ ഒന്നുമില്ല. ആ ഗരം മസാല തന്നെയാണ് പിന്നെ ബിരിയാണിയിലും ഒക്കെ ഉപയോഗിക്കാറ്. അപ്പോൾ എല്ലാത്തിലും ഞാൻ ഈ ഒരു ഗരം മസാല തന്നെയാണ് ഇടുന്നത്. വെജിറ്റബിളിനായാലും ചിക്കനായാലും മട്ടണായാലും എന്ത് തന്നെ ഉണ്ടാക്കുമ്പോഴും ഈ ഒരു ഗരം മസാലയാണ് ഞാൻ പൊതുവേ ഇടാറ്. അപ്പം ഞാനിപ്പോൾ ഇവിടെ ടീസ്പൂൺ അല്ലെങ്കിൽ ടേബിൾ സ്പൂൺ കണക്കിനാണ് ഇപ്പം അളവുകൾ പറയുന്നത്, ഗ്രാമായിട്ടല്ല. എനിക്കതാണെങ്കിൽ പിന്നെ അതുപോലെ തന്നെ പട്ട, ഈ ബേ ലീഫ് അങ്ങനെയുള്ളതൊക്കെ വലിയതായിട്ടുള്ളതൊക്കെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് അങ്ങനെയാണ് ഞാൻ അളവെടുത്തത്. അത് കുറച്ച് കൂമിച്ചിട്ട്, ടീസ്പൂണിലും ടേബിൾ സ്പൂണിലും ആണെങ്കിലും നമ്മൾ സ്പൂണിലെടുക്കുമ്പം കുറച്ചൊന്ന് ഹീപ്പ് ചെയ്തിട്ട് കൂമിച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ എടുക്കുന്നതൊക്കെ ഞാൻ എഴുതിയിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് എടുത്തതെന്ന് വെച്ചാൽ ഏലക്ക, പട്ട, ഗ്രാമ്പൂ, ബേ ലീഫ്, പിന്നെ ഉലുവ എടുത്തിട്ടുണ്ട്, ചെറിയ ജീരകം, വലിയ ജീരകം, പെപ്പർ, മല്ലി, പിന്നെ പോപ്പി സീഡ്സ്, അതായത് നമ്മുടെ കസ്കസ്. അപ്പോൾ ഈ ഗരം മസാലയൊക്കെ എല്ലാം ഒരുമിച്ചിട്ടിട്ടാണ് വറുത്തിട്ട് പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ടുണ്ട്, നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഈ കസ്കസ് ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം ഞാനിപ്പം നോൺ സ്റ്റിക്ക് പാനിലേക്ക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതിനി നന്നായിട്ടൊന്നങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കാം. റോസ്റ്റായ ശേഷമാണ് കസ്കസ് ഇട്ട് കൊടുക്കേണ്ടത്. പണ്ടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ കല്യാണത്തിൻ്റെ സമയത്ത് വീട്ടിലൊക്കെ കല്യാണം ഉണ്ടാകുമ്പം ഗരം മസാല അവർ പൊടിക്കുന്നത്, അവരെങ്ങനെയാണ് അത് വറുക്കുന്നതെന്നൊക്കെ ഈ വെപ്പക്കാരൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അവർ ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് തന്നെയാണ് ഈ പറഞ്ഞ ഗരം മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള സ്പൈസസ് ഒക്കെ എടുത്ത് വെക്കാൻ. ബിരിയാണി ചൂടാവുന്ന സമയത്ത് മൂടി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ, ആ മൂടിയുടെ മുകളിലായിട്ട് ഈ പറഞ്ഞ സ്പൈസസ് ഒക്കെ അങ്ങ് നിരത്തി ഇട്ട് കൊടുക്കും. അപ്പം ബിരിയാണിയുടെ ആ ചൂടും കൂടിയിട്ട് ബിരിയാണി വേവുന്ന സമയത്തേക്കും നമ്മുടെ ഈ മസാല പൊടിക്ക് വേണ്ടിയിട്ടുള്ള ഈ സ്പൈസസ് ഒക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ടാവും, നന്നായിട്ട് മുരിഞ്ഞ പോലെ ആയിട്ടുണ്ടാവും. അപ്പോൾ ബിരിയാണി കുക്കാവുമ്പോഴേക്കും ഈ പറഞ്ഞ ഗരം മസാലൻ്റെ സാധനങ്ങളൊക്കെ നന്നായിട്ട് ചൂടായിട്ടും ഉണ്ടാവും. ഒരുപാടങ്ങ് കരിഞ്ഞ പോലെ അങ്ങ് കളറൊക്കെ മാറുന്ന രീതിയിലൊന്നും വറുത്തെടുക്കുന്നൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ചൂടായിട്ട് ആ ഒരു സ്മെല്ല് പുറത്തേക്ക് വരും. അപ്പോൾ അത്രയേ ഗരം മസാല എന്ന് പറയുന്നതിന് വറുത്തെടുക്കേണ്ടതുള്ളൂ. ഒരുപാടങ്ങ് കളറൊന്നും മാറണമെന്നില്ല. ജസ്റ്റ് അതിൻ്റെ ആ ഒരു ചൂടിൽ ഇതിൻ്റെ സ്മെല്ലൊന്ന് പുറത്ത് വരണമെന്നേ ഉള്ളൂ. പിന്നെ ഈ ഗരം മസാലയിൽ ഞാനിപ്പോൾ ഇട്ടതിൽ നിങ്ങൾക്കൊരു വടി കാണുന്നുണ്ടാവും, ചെറിയൊരു കറുത്ത വടി പോലത്തെ കാണുന്നുണ്ടാവും. അതെന്താണെന്ന് വെച്ചാൽ ഈ ബേ ലീഫിൻ്റെ തണ്ടാണ്. അപ്പോൾ അത് എന്ന് പറയുന്നത് ഇവിടെ എനിക്ക് കിട്ടിയതാണ്. അപ്പോൾ അത് ഇട്ട് കഴിഞ്ഞാൽ ഏറ്റവും നല്ല ടേസ്റ്റാണ്, നല്ലൊരു സ്മെല്ല് കിട്ടും വറുത്തെടുക്കുമ്പോൾ തന്നെ. അപ്പോൾ അത് കിട്ടുവാണെങ്കിൽ കുറച്ച് അതൊരു 2-3 മാത്രം ആ ഒരു വടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ഇപ്പോൾ നന്നായിട്ട് വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് സ്മെല്ലൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് പോപ്പി സീഡ് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്, കസ്കാസ് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. കസ്കാസ് ആദ്യം ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് അതിൻ്റെ കളറൊക്കെ അങ്ങ് ചേഞ്ച് ആവും. ഒരുപാട് മൂപ്പിച്ചെടുക്കേണ്ട പണിയൊന്നും ഇല്ല അതിന്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഇട്ട് കൊടുക്കാത്തത്. ഇതിപ്പം എല്ലാത്തിലും കൂടെ അങ്ങ് ഇട്ടിട്ട് മിക്സാക്കി കഴിഞ്ഞാൽ ആ ചൂടിൽ കടന്നിട്ട് എല്ലാം കൂടെ ഒന്നങ്ങ് വറുന്ന പോലെ വന്നോളും. അത്രേ വേണ്ടുള്ളൂ. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് ചൂടാറിയ ശേഷം നമുക്ക് എന്ത് ചെയ്യാം, മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് ഒന്നങ്ങ് പൊടിച്ചെടുക്കാം. അപ്പം ചെറിയ മിക്സി ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. പൊടിച്ചെടുക്കുന്ന ആ ജാറിൽ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഡ്രൈ ആയിട്ടുള്ള ജാറായിരിക്കണം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്നങ്ങ് പൊടിച്ചെടുക്കാം. അപ്പം അങ്ങനെ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് ഫൈൻ പൗഡർ പോലെ ഒന്നും ആയിട്ടൊന്നുമില്ല, അങ്ങനെ വേണമെന്നില്ല. ജസ്റ്റ് ഒന്ന് തരുതരുപ്പായിട്ട് കിട്ടിയാൽ മതി. ഞാൻ അങ്ങനെയാണ് പൊടിച്ചെടുക്കാറ്, ഒരു തരുതരുപ്പായിട്ടുള്ളത്. ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു 1/4 ടീസ്പൂൺ മാത്രം ഇങ്ങനെ കറിയിലൊക്കെ ഇട്ട് കൊടുത്താൽ മതി, അത്രയും സ്മെല്ലാണ് ഇതിന്. അപ്പം ബിരിയാണിയിലായാലും ഏത് കറികളിലായാലും, വെജിറ്റബിളിൻ്റെ കറിയിലായാലും ചിക്കൻ കറിയിലായാലും ബീഫിലായാലും മട്ടണിലായാലും എല്ലാം ഞാൻ ഈ ഒരു സാധനം തന്നെയാണ് ഇട്ട് കൊടുക്കാറ്. അപ്പോൾ എല്ലാവരും ഞാനിപ്പോൾ ഉണ്ടാക്കിയ ഈ ഒരു ഗരം മസാല പൗഡർ എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് വീഡിയോ കണ്ടിട്ട് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അതിൻ്റെ അഭിപ്രായം എന്നോട് പറയുകയും ചെയ്യണം. അടുത്തതായിട്ട് ഞാനിപ്പം സാമ്പാർ പൊടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതും ഈ പറഞ്ഞ പോലെ ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലായിരിക്കും ഉണ്ടാക്കാനായിട്ട്. ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു 15ഓളം വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു പിടിയോളം കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്,
വറ്റൽമുളക് ഞാനിപ്പം സാദാ മുളക് തന്നെയാണ് എടുത്തത്. കാശ്മീരി വേണമെങ്കിൽ കുറച്ച് പകുതി പകുതിയായിട്ട് അങ്ങനെ എടുക്കാം. പിന്നെ അതുപോലെ വെളുത്തുള്ളിയുടെ തൊലി, മുകളിലുള്ള ആ തൊലി മാത്രമേ കളഞ്ഞിട്ടുള്ളൂ, ഉള്ളിലുള്ളത് കളഞ്ഞിട്ടില്ല. പിന്നെ ബാക്കി വേണ്ടുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ 1/4 കപ്പ് പൊട്ടുകടല എടുത്തിട്ടുണ്ട്, 1/2 കപ്പ് മല്ലി എടുത്തിട്ടുണ്ട്. മല്ലി ഹോൾ മല്ലിയാണ് എടുത്തത്. പിന്നെ ഒരു 1/4 കപ്പ് അരി എടുക്കാം. സാധാരണ നമ്മൾ ചോറ് വെക്കുന്ന അരിയാണ് ഞാനിപ്പോൾ എടുത്തത്, പുഴുങ്ങൽ അരിയാണ് എടുത്തത്. അല്ലാതെ പച്ചരി കൊണ്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. 1 ടേബിൾ സ്പൂണോളം ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂണോളം ഉലുവയും എടുത്തിട്ടുണ്ട്. ഈ പൊട്ടുകടല കൂടുതൽ എടുത്തതുകൊണ്ട് ഞാനിപ്പം കടലപ്പരിപ്പ് കുറച്ചിട്ടാണ് എടുത്തത്. അത് പകുതി പകുതിയാക്കിയിട്ട് അങ്ങനെ വേണമെങ്കിലും എടുക്കും. പിന്നെ വേണ്ടത് കായം വേണം. പിന്നെ ഞാനിപ്പോൾ ഈ ഒരു സാമ്പാർ പൊടിയിലേക്ക് തുവരപ്പരിപ്പൊന്നും എടുക്കുന്നില്ല, കാരണം പൊട്ടുകടല കൂടുതൽ എടുക്കുമ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യമില്ല. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ട് എല്ലാം ഒന്നങ്ങ് വറുത്തെടുക്കണം. അപ്പോൾ ഇതിൽ സാമ്പാർ പൊടിയിൽ വറുത്തെടുക്കുമ്പം ഓരോന്നും ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ വറുത്തെടുക്കണം. കാരണം ഓരോന്നിൻ്റെയും ആ ഒരു വറുത്തെടുക്കുന്ന സമയം മാറ്റമായിരിക്കും. നമ്മൾ നേരത്തെ ഗരം മസാലയിൽ എല്ലാം ഒരുമിച്ചിട്ടിട്ടാണ് വറുത്തെടുത്തത്. അതുപോലെയല്ല, ഇതിന് ഓരോന്നിനും ഓരോ സമയത്തിന് തന്നെ വറുത്തെടുക്കണം. അരി വേറെ തന്നെ വറുത്തെടുക്കണം, പരിപ്പ് വേറെ തന്നെ എടുക്കണം, ഈ ഉലുവ വേറെ തന്നെ വറുത്തിട്ടെടുക്കണം. അതിനൊക്കെയും ഓരോ ടൈമാണ്. അരിയുടെ ആ ഒരു വറുക്കുന്ന സമയമായിരിക്കില്ല ഉലുവക്ക്, ഉലുവൻ്റെ സമയമായിരിക്കില്ല കടലപ്പരിപ്പിന്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് ഓരോന്നായിട്ട് തന്നെ ഇട്ടിട്ട് വറുത്തെടുക്കണം. എല്ലാം വറുത്തെടുക്കുമ്പം ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ വറുത്തെടുക്കാനും ശ്രദ്ധിക്കണം. അപ്പം തീ കൂട്ടി വെച്ചിട്ട് പിന്നെ പെട്ടെന്നങ്ങ് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് നമുക്കിതങ്ങനെ വറുത്തെടുക്കാം. അരി ഇപ്പം വറുത്തെടുക്കുമ്പോൾ തന്നെ ചെറുതായിട്ട് പൊട്ടി പൊട്ടി വരുന്നത് കാണാം. കണ്ടോ? ആ ചൂടിൽ കടന്നിട്ട് എങ്ങനെ പൊട്ടി പൊട്ടി വരുന്നത് കാണാം. അങ്ങനെ ഇപ്പോൾ എല്ലാം നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. അരിയെല്ലാം നന്നായിട്ട് വറന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് മാറ്റിയിട്ട് ഇത് വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റാം. ഡ്രൈ ആയിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റണം. എന്നിട്ട് ഇതിലേക്ക് മല്ലി ഇട്ട് കൊടുക്കാം. മല്ലി ഇട്ടിട്ട് മല്ലിയും ഈ പറഞ്ഞ പോലെ നന്നായിട്ടൊന്നങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കാം. ചെറുതായിട്ട് മല്ലിയുടെ കളറൊന്ന് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആയിട്ടൊരു സ്മെല്ല് വരും. അതുവരെ ഇങ്ങനെ വറുത്തെടുക്കാം. പിന്നെ ഈ വറുക്കുന്ന സമയത്ത് ഇതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുക, വേറെ എവിടെയും പോകാതെ ഇത് തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇതിട്ടേച്ചിട്ട് പിന്നെ വേറൊരു പണിക്ക് പോയാൽ ഇതിൻ്റെ പാട്ടിനങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ആദ്യം ഇത് ചെയ്തതിന് ശേഷം പിന്നെ വേറൊന്നിലേക്ക് പോയാൽ മതി. അപ്പം ഇതിപ്പം മല്ലിയും ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊട്ടുകടല ഇട്ട് കൊടുക്കാം. പൊട്ടുകടല അല്ലെങ്കിൽ സാമ്പാർ കടല എന്നൊക്കെ പറയും ഇതിനെ. വെറുതെ തിന്നാൻ നല്ല രസമാണ്, ഇത് എനിക്കിഷ്ടമാണ്. അപ്പം ഇതും ഈ പറഞ്ഞ പോലെ എല്ലാം ഓരോന്നായിട്ട് അങ്ങനെ അങ്ങ് വറുത്തെടുക്കാം. അപ്പോൾ എൻ്റെ അടുത്ത് നേരത്തെ പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. ഉഴുന്ന് ചേർത്ത് കൊടുക്കണം. സാമ്പാറിൽ കുറച്ചൊരു ഉഴുന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ 1/4 കപ്പോളം, ഞാനിപ്പോൾ എടുത്ത ആ ഒരു കപ്പിൽ 1/4 കപ്പ് ഉഴുന്ന് ചേർത്ത് കൊടുക്കണം. ഉഴുന്ന്, കടലപ്പരിപ്പ്, അതുപോലെ തന്നെ പൊട്ടുകടല, പിന്നെ അരി, ഇതൊക്കെ ചേർക്കുമ്പം സാമ്പാർ നല്ല കൊഴുത്തിട്ടുള്ള നല്ലൊരു തിക്കായിട്ടുള്ള സാമ്പാർ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ശരിക്കും ഇതൊക്കെ ചേർക്കുന്നത്. പിന്നെ ആ ഒരു ടേസ്റ്റും ടെക്സ്ചറും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. അടുത്തത് ഉഴുന്ന് ചേർത്തിട്ട് നന്നായിട്ട് ഇതേപോലെ അങ്ങ് വറുത്തെടുക്കാം. ഉഴുന്നിൻ്റെ ജസ്റ്റ് ഒരു കളർ ചേഞ്ച് ആയിട്ട് വരും. അപ്പം ഇത് നമുക്ക് പാനിൽ നിന്നും അങ്ങ് മാറ്റാം. പിന്നെ സാമ്പാറിൽ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാമ്പാർ ഏതാണെന്ന് വെച്ചാൽ സ്കൂളുകളിൽ നിന്ന് കഴിക്കുന്ന സാമ്പാർ. പ്രത്യേകിച്ച് ഈ മാഹി സ്കൂളിൽ നിന്ന് ചോറും സാമ്പാറും അതിൻ്റെ കൂടെ ഒരു മുട്ട പുഴുങ്ങിയതും കിട്ടും. പണ്ട് ഞാൻ പഠിക്കുമ്പോൾ, ഇപ്പോൾ ഉണ്ടോയെന്ന് അറിയില്ല മുട്ടയൊക്കെ. പക്ഷെ അന്നും ഇന്നും ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്തായാലും സ്കൂൾ പഠിക്കുന്ന സമയത്തായാലും സാമ്പാർ എന്ന് പറയുമ്പം വെറുതെ പോയിട്ട് ചോറ് തിന്നുന്നൊരു ആളാണ് ഞാൻ. അപ്പോൾ ആ ഏച്ചിമാർ ഉണ്ടാക്കുന്ന സാമ്പാറിൻ്റെ ടേസ്റ്റ് ശരിക്കും പറഞ്ഞാൽ എവിടെ നിന്നും കിട്ടിയിട്ടില്ല. ഇടയ്ക്കെങ്കിലും ഞാൻ എൻ്റെ മോളോട് പറയാറുണ്ട്, നീ സാമ്പാർ ഒരു ടിഫിൻ തരാം, അതിൽ കുറച്ച് സാമ്പാർ ഇങ്ങ് കൊണ്ടുപോകാം എന്നൊക്കെ വെറുതെ പറയാറുണ്ട്. പക്ഷെ അത്രയും ടേസ്റ്റാണ് ആ സാമ്പാറിന്. അതെന്താണെന്നുള്ളത് അറിയില്ല. ഒരു ദിവസം അവിടെ പോയിട്ട് നോക്കിയിട്ട് വേണം സാമ്പാർ ഉണ്ടാക്കുന്നത് കാണാൻ. അപ്പം ഞാനിപ്പം ചെറിയ ജീരകം ഇട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. കടലപ്പരിപ്പ് 1 ടീസ്പൂൺ മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ, കാരണം ഈ പൊട്ടുകടല ഉള്ളതുകൊണ്ട്. ഇതിൻ്റെ കൂടെ 1 ടീസ്പൂൺ വേണമെങ്കിൽ തുവരപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം ചേർത്തിട്ടില്ല. എന്തായാലും നമ്മൾ തുവരപ്പരിപ്പും കടലപ്പരിപ്പും ഒക്കെ ഇട്ടിട്ട് സാമ്പാർ വേവിച്ചെടുക്കുമല്ലോ, അപ്പോൾ ഒരുപാട് വേണ്ടാന്ന് വിചാരിച്ചു. പിന്നെ ഉള്ളതൊക്കെ പിന്നെ ഒരുമിച്ചിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക്, കറിവേപ്പില, വെളുത്തുള്ളി, ഇത് 3ഉം ഒരുമിച്ചിട്ടിട്ട് തന്നെയാണ് ഞാൻ റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. നന്നായിട്ട് ആ വറ്റൽമുളകിൻ്റെ കളർ ചെറുതായിട്ട് മാറും, കറിവേപ്പിലയുടെ കളർ ഒന്നങ്ങ് മൊരിഞ്ഞ് വരും. പിന്നെ ഈ വെളുത്തുള്ളി തൊലി കളയാതെയാണ് നമ്മൾ ഇട്ട് കൊടുക്കാറ് ഈ സാമ്പാറിലായാലും. തൊലി എന്ന് പറയുമ്പോൾ മുകളിലുള്ള അതങ്ങ് കളയും, അതിൻ്റെ ഉള്ളിലത്തത് കളയാറില്ല, പൊതുവേ അങ്ങനെ ചെയ്യാറില്ല.
അങ്ങനെ ഇപ്പോൾ എല്ലാം വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ ഒരുമിച്ചൊന്നങ്ങ് മിക്സാക്കി എടുത്തിട്ട് ഇതിലേക്ക് 2 ടീസ്പൂണോളം കായപ്പൊടി ചേർത്ത് കൊടുക്കാം. കായമാണെങ്കിൽ ഒരു ചെറിയ പീസ് അങ്ങ് ചേർത്ത് കൊടുക്കാം. എൻ്റെ അടുത്ത് ഇപ്പോൾ പൊടിയാണുള്ളത്. അപ്പം ഞാനിപ്പം കായത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കായത്തിൻ്റെ പൊടിയും കൂടെ ഇട്ടിട്ട് എല്ലാം കൂടെ ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് ഒന്നങ്ങനെ അങ്ങ് വറുത്തെടുക്കാം. അപ്പോൾ ഈ കായത്തിൻ്റെ മണം വരുമ്പോഴാണ് ശരിക്കും സാമ്പാറിൻ്റെ ആ ഒരു മണം കിട്ടുന്നത്. ഇപ്പോഴാണ് ശരിക്കും ആ ഒരു മൊത്തം വീട് മുഴുവനായിട്ടൊരു മണം വന്നത്. പിന്നെ ഈ കായം ഇടുന്നത് ശ്രദ്ധിക്കണം. കാരണം നമ്മൾ പിന്നെ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ വെജിറ്റബിൾസിലൊക്കെ കായപ്പൊടി ഇട്ട് കൊടുക്കും. അപ്പോൾ ഈ പൊടിയിൽ ഒരുപാട് ഇട്ട് കൊടുത്താൽ സാമ്പാർ പിന്നെ ഒരു കയ്പ്പടിക്കും. അങ്ങനെ എല്ലാം ഇപ്പോൾ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ചൂടാറിയ ശേഷം നമുക്ക് മിക്സിയിലിട്ടൊന്നങ്ങ് പൊടിച്ചെടുക്കാം. അപ്പം ഞാനിപ്പോൾ ഇങ്ങനെ പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ അത്ര ഫൈനായിട്ടൊന്നും പൊടിഞ്ഞിട്ടില്ല. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് മിക്സായി ഒന്നങ്ങ് പൊടിഞ്ഞ് വന്നു എന്ന് കാണുമ്പം ഇതിലേക്ക് 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടെല്ലാം കൂടെ ഒന്നുകൂടെ നന്നായി അങ്ങ് പൊടിച്ചെടുക്കാം. ഈ സാമ്പാർ പൊടി പൊടിച്ചെടുക്കുക എന്ന് പറയുമ്പം നന്നായിട്ട് ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കണം. അതിൽ തരിതരിപ്പൊന്നും പാടില്ല. നമ്മുടെ മുഖത്ത് പുരട്ടുന്ന ആ ഒരു ടാൽക്കം പൗഡർ എങ്ങനെയാണ് അതുപോലെ തന്നെ പൊടിച്ചെടുക്കും. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഫസ്റ്റ് റൗണ്ട് ഒന്നങ്ങ് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതത്ര ഫൈനായിട്ടൊന്നും പൊടിഞ്ഞു വന്നിട്ടില്ല. ചെറിയ മിക്സിയുടെ ചെറിയ ജാറല്ലേ, അപ്പോൾ അത് ഒരുപാട് അങ്ങനെ അങ്ങ് കറക്കുമ്പം ചൂടായാലോ. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ കുറച്ചായിട്ട് പിന്നെ അങ്ങ് പൊടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. പൊടിച്ചെടുത്തതിനെ ഇനി ഒന്ന് അരിച്ചെടുക്കണം. എന്നാലേ ആ ഫൈൻ പൗഡറായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പം അരിച്ചെടുത്തിട്ട് അരിപ്പയിലുള്ളത് പിന്നെ ഒന്നുകൂടെ അങ്ങ് പൊടിച്ചെടുത്താൽ മതി. അങ്ങനെ ഒരു 2-3 തവണ ഞാനിപ്പോൾ അങ്ങനെ പൊടിച്ചിട്ട് അരിച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ എനിക്ക് നല്ല ഫൈൻ പൗഡറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതാണ് ശരിക്കും പറഞ്ഞാൽ സാമ്പാറിന് ഏറ്റവും നല്ലത്. നല്ല ഫൈൻ പൗഡറാക്കിയിട്ട് പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് സാമ്പാർ നല്ല തിക്കായിട്ട് നല്ല കൊഴുപ്പായിട്ടുള്ളത് കിട്ടും. അങ്ങനെ എൻ്റെ സാമ്പാർ പൊടിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് നല്ല അടിപൊളി സാമ്പാർ ഉണ്ടാക്കാം. നല്ല അടിപൊളി സ്മെല്ലൊക്കെ ഉണ്ട്, കായത്തിൻ്റെയും അതുപോലെ മല്ലിയുടെയും. അപ്പം ഞാനിന്ന് കാണിച്ച ഈ 2 പൊടികളും എല്ലാവരും വീഡിയോ കണ്ടല്ലോ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീട്ടിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ സാമ്പാർ പൊടിക്ക് കുറച്ചുകൂടെ കളറ് വേണം എന്നുണ്ടെങ്കിൽ കാശ്മീരി റെഡ് ചില്ലി ചേർത്ത് കൊടുത്താൽ മതി. അപ്പം ഞാനിപ്പോൾ ഇവിടെ സാധാ മുളകാണ് എടുത്തത്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് പുതിയൊരു റെസിപ്പിയുമായി കാണുന്നത് വരെ ടേക്ക് കെയർ ആൻഡ് ബൈ ഫ്രം മൈമൂൺസ് കിച്ചൻ. താങ്ക് യു.